ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. എന്നാൽ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുൻപ് വരെയും സോഷ്യൽ മീഡിയകളിൽ ഒന്നും സീസൺ 6മായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറി, ചർച്ചകളൊക്കെ സജീവമാകുന്നു. അതിൽ പ്രധാനമായും കഴിഞ്ഞ സീസൺ വിന്നർ അഖിൽ മാരാർ എയറിലായ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചൂടപ്പം പോലെ വിറ്റഴിയുന്ന കണ്ടന്റ്. വേറൊന്നുമല്ല, സീസൺ 3 കണ്ടസ്റ്റന്റായ ഫിറോസ് ഖാൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വരാൻ പോകുന്ന സീസൺ 6 കണ്ടസ്റ്റന്റ്സിന് ആശംസകൾ നേർന്നതിനൊപ്പം ചെറുതായി സീസൺ 5ന്റെ പരാജയത്തെക്കുറിച്ച് പറയുകയും സീസൺ 6ൽ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോട് ആ ഒരു രീതിയിൽ കളിക്കാതെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ആവശ്യപ്പെടുകയുമുണ്ടായി. എന്നാൽ സീസൺ 5ന്റെ വിന്നർ അഖിൽ മാരാർ ഇതിനെതിരെ പ്രതികരിക്കുകയും മാരാറിന്റെ കുറച്ച് തള്ളുകഥകളും എല്ലാം കൂടെ കൂട്ടി ഒരു പ്രസ്താവന നടത്തിയത് മാത്രമേ മാരാറിന് ഓർമ്മയുള്ളൂ. പിന്നീട് അഖിൽ മാരാറിന്റെ എയറിലേക്കുള്ള യാത്രയാണ് സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിച്ചത്. പൊതുവെ ഒരു സ്വയം പൊങ്ങിയായ അഖിൽ മാരാർ ഇപ്പോൾ അനാവശ്യമായ ഒരു മാറ്ററിലാണ് ചെന്ന് കയറിക്കൊടുത്ത് സ്വയം നാറുന്നത്. തീർത്തും ഒരാവശ്യവുമില്ലാത്തൊരു കാര്യം. സീസൺ 5 കഴിഞ്ഞു, അതിന്റെ വിന്നറുമായി മാരാറിനെ സ്നേഹിക്കുന്ന കുറച്ച് പ്രേക്ഷകരുമുണ്ട്. അവരുടെ സപ്പോർട്ടോടെ മുന്നോട്ടുള്ള ഉയർച്ചകളിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ഒരു വിജയായി കഴിഞ്ഞപ്പോൾ സ്വയം മറന്ന് എന്തോ താൻ വലിയ പുള്ളിയാണെന്ന ഭാവവും തനിക്ക് മുൻപിൽ ആരുമില്ലെന്നുള്ള ചിന്താഗതിയും സ്വയം കുഴിവെട്ടുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ അഹങ്കരിച്ച് ആരും അധികം നാൾ വാഴുന്ന ചരിത്രമില്ല. ഉദാഹരണം പറഞ്ഞാൽ സീസൺ 4 കണ്ടസ്റ്റന്റ് റോബിൻ രാധാകൃഷ്ണൻ. മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു മാസ് ഓഡിയൻസ് സപ്പോർട്ട് കിട്ടിയ കണ്ടസ്റ്റന്റ് വേറെയില്ല. എന്നാൽ അത്രയും പ്രേക്ഷക പിന്തുണ ലഭിച്ചപ്പോൾ സ്വയം മറന്ന് അഹങ്കരിച്ച റോബിനെ ഉയർത്തിയതുപോലെ തന്നെ പ്രേക്ഷകർ താഴേക്ക് വലിച്ചിട്ടു. അഖിൽ മാരാറും ഇതൊന്ന് ഓർത്താൽ നല്ലതാണ്. ഉയർച്ചകൾ വരുമ്പോൾ അതിൽ മതിമറന്ന് പ്രേക്ഷകരെയും തള്ളിപ്പറഞ്ഞ് സ്വയം എന്തോ ആണെന്ന ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ എയറിൽ മാത്രമായിരിക്കില്ല, അവിടെ നിന്നും വലിച്ചു താഴെയിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചു കളയും. അതാണ് ചരിത്രം. അതുകൊണ്ട് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്ന നിലയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാൾ എന്ന നിലയിലും മിസ്റ്റർ അഖിൽ മാരാർ, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ, അഭിപ്രായങ്ങൾ പറഞ്ഞുകൊള്ളൂ. എന്നാൽ നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ പ്രേക്ഷകരെ മറന്നും ഒരു വ്യക്തതയുമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലവെച്ച് കൊടുത്തും വെറുതെ വെറുപ്പ് വാങ്ങി കൂട്ടാതെ ഇരിക്കുക. സീസൺ 5 എന്താണെന്നും അതിന്റെ നിലവാരം എന്താണെന്നും പ്രേക്ഷകർ ഓൾറെഡി വിലയിരുത്തി കഴിഞ്ഞതാണ്. അതിന്റെ ഒരു എപ്പിസോഡുകൾ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന നിങ്ങൾക്ക് അതിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കി വെറുതെ വന്ന് തള്ളാതെ വായും പൂട്ടിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും പുതിയൊരു സീസൺ തുടങ്ങുമ്പോൾ ഒരു ബലിയാടായി കഴിഞ്ഞ സീസൺ വിന്നറെ തന്നെ കിട്ടിയത് തികച്ചും യാദൃശ്ചികം മാത്രം. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് മലയാളം അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ.